വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ വെറുതെ വിട്ട അർജുൻ കട്ടപ്പന കോടതിയിൽ ഹാജരായി. വിചാരണ കോടതിയിൽ ഹാജരായി ബോണ്ട് കെട്ടിവെക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ബോണ്ട് കെട്ടിവെച്ച ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചു. വിവരങ്ങളുമായി ആൽവിൻ തോമസ് ഉണ്ട് ഇടുക്കിയിൽ നിന്ന്. ആൽവിൻ, വിവരങ്ങൾ. ഈ വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായിരുന്ന അർജുനാണ് ഇന്ന് കീഴ്ക്കോടതിയിൽ ഉണ്ടായിരുന്നത്. 11:45 മണിയോട് കൂടിയാണ് ഹാജരാകുന്നത്. സർക്കാരിന്റെയും കോടതിയുടെയും ഇടപെടലിൽ നേരത്തെ സന്തോഷമുണ്ടെന്ന് അവരുടെ കുടുംബം അറിയിച്ചിരുന്നു. കാര്യം ഈ അർജുനോട് കീഴ്ക്കോടതിയിൽ ഹാജരാകണമെന്ന് ഹൈക്കോടതിയാണ് നിർദ്ദേശം നൽകിയിരുന്നത്. കോടതിയിൽ ഹാജരായി 50,000 രൂപയുടെ സ്വയം ഒരു ബോണ്ട് കെട്ടിവെക്കാനും ഒപ്പം തന്നെ രണ്ടുപേരുടെ സമാന തുകയുള്ള രണ്ടുപേരുടെ ബോണ്ട് കെട്ടിവെക്കാനും കോടതി നിർദ്ദേശിച്ചിരുന്നു. നേരത്തെ ഇയാൾ വിദേശത്തേക്ക് കടക്കുമെന്നുള്ള ഒരു സൂചനയെ തുടർന്ന് സർക്കാരാണ് ഒരു ഉപഹർജി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തത്. ആ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി അത്തരമൊരു ഉത്തരവിട്ടിരുന്നത്. ആ ഉത്തരവിന് മുമ്പായി ഹൈക്കോടതി 2 തവണ അർജുനോട് ഹൈക്കോടതിയിലെത്തി സത്യവാങ്മൂലം നൽകാൻ പറഞ്ഞിരുന്നു. പക്ഷേ 2 തവണയും സത്യവാങ്മൂലം അർജുൻ നൽകിയിരുന്നില്ല. ഇതേ തുടർന്നാണ് വിചാരണ കോടതിയിൽ ഹാജരായി 50,000 രൂപയുടെ 2 ആൾ ജാമ്യം, ആ 2 പേരുടെ തുകയും അതോടൊപ്പം തന്നെ സ്വന്തമായുള്ള ഒരു ബോണ്ടും കെട്ടിവെക്കണമെന്നുള്ള നിലയിൽ പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പ്രതി കട്ടപ്പനയിലെ ഈ വിചാരണ കോടതിയിൽ എത്തുകയും ഹാജരാകുകയും ചെയ്തത്. തുടർന്ന് കോടതി ഇയാളെ വിട്ടയക്കുകയായിരുന്നു. 10 ദിവസത്തിനുള്ളിൽ ഹാജരാകണമെന്നുള്ള നിർദ്ദേശമാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നൽകിയിരുന്നത്. അല്ലെങ്കിൽ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുന്നുള്ള ഉത്തരവും ഹൈക്കോടതിയുടെ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അർജുൻ എത്തി ബോണ്ട് കെട്ടിവെച്ചത്. ശരി, ആൽവിൻ തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത് ഇടുക്കിയിൽ നിന്ന്.